ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 22, 2025 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഫുട്ബോൾ ടൂർണമെൻറ്റായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ 26 റൗണ്ട് മത്സരങ്ങൾ ഇന്ന് നടക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന ആദ്യ മത്സരത്തിൽ നമുക്കറിയാം ബ്രെൻറ്റ്ഫോർഡ് FC എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ലീസെസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടണുമായി ഏറ്റുമുട്ടുന്നുണ്ട്. അതേസമയം ആർസനൽ വെസ്റ്റ് ഹാം യുണൈറ്റഡുമായി മത്സരിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന മത്സരം ചെൽസിയും ആസ്റ്റൺ വില്ലയും തമ്മിൽ ആസ്റ്റൺ വില്ലയുടെ മൈതാനത്ത് വെച്ച് നടക്കാൻ പോകുന്ന മത്സരമായിരിക്കും. നമുക്കറിയാം ചെൽസി ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിൻ്റ് ടേബിളിൽ 6ാം സ്ഥാനത്താണ്. അവർക്ക് 43 പോയിൻ്റാണ് ഉള്ളത്. അതേസമയം ആസ്റ്റൺ വില്ല 9ാം സ്ഥാനത്താണ്. അവർക്ക് 40 പോയിൻ്റാണ് ഉള്ളത്. ഇനി തമ്മിൽ നടക്കുന്ന മത്സരം നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നത് ചെൽസിയുടെ മൈതാനത്ത് വെച്ചായിരുന്നു. അന്ന് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ചെൽസിയാണ് വിജയിച്ചത്. അതേസമയം കഴിഞ്ഞ 6 എവേ മത്സരങ്ങളിൽ ചെൽസി വിജയിച്ചിട്ടില്ല. പ്രീമിയർ ലീഗിൻ്റെ ഈ വർഷത്തെ തുടക്കത്തിൽ ചെൽസി വളരെ മുൻപിലായിരുന്നു. ആദ്യ 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പോയിൻ്റ് ടേബിളിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. പിന്നീട് അവർ കുറേ തളർന്ന് വരികയാണ് ചെയ്തത്. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ നമുക്കറിയാം ചെൽസിയുടെ കോച്ചായ എൻസോ മരേസ്മ പറഞ്ഞത് അവരുടെ പ്രമുഖ കളിക്കാരായ വെസ്ലി ഫൊഫാന, അതുപോലെ റോമിയോ ലാവിയ തുടങ്ങിയവരൊന്നും കളിക്കളത്തിലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ആസ്റ്റൺ വില്ലയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഉനൈ എമറിയാണ് കോച്ച്. അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം ആസ്റ്റൺ വില്ലയുടെ അവസാനം നടന്ന 2 മത്സരങ്ങൾ സമനിലയിലായിരുന്നു. അത് ശക്തരായ ലിവർപൂളിനോടും സമനിലയായിരുന്നു. അതേസമയം ദുർബലരായ ഇപ്സ്വിച്ച് ടൗണിനോടും സമനിലയായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ നമുക്കറിയാം ആസ്റ്റൺ വില്ല തോൽക്കാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി നാളെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിലാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പോൾ 3ാം സ്ഥാനത്താണ് പോയിൻ്റ് ടേബിളിലുള്ളത്. ന്യൂകാസിൽ യുണൈറ്റഡ് 5ാം സ്ഥാനത്തൊക്കെയാണ്. ഇവർ തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മൈതാനത്ത് വെച്ചാണ്. നമുക്കറിയാം ന്യൂകാസിൽ യുണൈറ്റഡ് കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെട്ടാണ് സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി നാളെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരമുണ്ട്. അത് കലാശക്കൊട്ടി എന്ന നിലയിൽ ഏറ്റവും അവസാനം നടക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരമാണ്. നമുക്കറിയാം ലിവർപൂൾ ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണ്. അവർ കിരീടം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നിലവിൽ 4ാം സ്ഥാനത്താണ്. അവർക്ക് ഇപ്രാവശ്യം കിരീടത്തിന് സാധ്യതയൊന്നുമില്ല. അവരെ ലക്ഷ്യം ആദ്യ 4ൽ സ്ഥാനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അവരുടെ ആത്മവിശ്വാസം തകർന്ന രീതിയിലായിരിക്കും നാളത്തെ മത്സരത്തിന് അവർ ഇറങ്ങുന്നത്. കാരണം നമുക്കറിയാം ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിനോട് അവർ നാണം കെട്ടാണ് എത്തുന്നത്. അതേസമയം ലിവർപൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ലിവർപൂൾ അവസാനം നടന്ന മത്സരങ്ങളൊക്കെ ലിവർപൂളിൻ്റെ റിസൾട്ട് സമ്മിശ്രമായിരുന്നു. അവർ UEFA ചാമ്പ്യൻസ് ലീഗിൽ എല്ലാ മത്സരവും വിജയിച്ച് 1ാം സ്ഥാനത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. അവസാന മത്സരത്തിൽ മാത്രം അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഒരു മത്സരമേ വിജയിക്കാൻ പറ്റുള്ളൂ. പല മത്സരങ്ങളും അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. നമുക്ക് FA കപ്പിൽ ദുർബലരായ 3ാം ഡിവിഷൻ ക്ലബ്ബായ ഒരു പ്ലിമത്തിനോട് അവർ പരാജയപ്പെട്ടു. അതേസമയം ഈ പ്രീമിയർ ലീഗ് തന്നെ ആസ്റ്റൺ വില്ലയോട് അവർ സമനിലയിലായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ റിസൾട്ട്. എങ്കിലും നമുക്കറിയാം അവരുടെ പ്രതിരോധം ശക്തമാണ്. റയൽ മാഡ്രിഡിനെ പോലെ തന്നെ ശക്തമായ പ്രതിരോധ നിരയുള്ള ഒരു ടീമാണ് ലിവർപൂളിൻ്റേത്. എറിക്
വാഞ്ചിക്കും അതുപോലെ അലക്സാണ്ടർ ആർണോൾഡും അതുപോലെ ഇബ്രാഹിമ കൊണാറ്റോ ഒക്കെ അണിനിരക്കുന്ന പ്രതിരോധം എന്ന് പറയുന്നത് എർലിംഗ് ഹാലൻഡിനെ പോലുള്ള സ്ട്രൈക്കർമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ റയൽ മാഡ്രിഡിനുള്ള കളിയിൽ 76 മിനിറ്റിന് ശേഷമാണ് ആദ്യമായിട്ട് അവരുടെ പോസ്റ്റിലേക്കൊരു ഷോട്ട് കൊടുക്കാനായത്. അതേപോലുള്ളൊരു പ്രതിരോധം തന്നെയാണ് ലിവർപൂളിൻ്റേതും നമുക്കറിയാം. അപ്പോൾ അവർ ഫോമിലെത്തുകയാണെങ്കിൽ അത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെ ആയിരിക്കും. ഇനി ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈജിപ്ഷ്യൻ ഫുട്ബോളിൻ്റെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് സാലായും അതുപോലെ യുവരാജാവ് എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഉമർ മുഹമ്മദ് മർമൂഷും തമ്മിൽ ഈ മത്സരത്തിൽ 2 ടീമുകളിലായി അണിനിരക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നതിനുള്ള കൗതുകം ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലൊന്നും കെവിൻ ഡി ബ്രൂയിന് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം അവസാനം കളിച്ചത് റയൽ മാഡ്രിഡിനെതിരെയുള്ള ഇത്തിഹാദ് സ്റ്റേഡിയത്തിലുള്ള മത്സരത്തിലായിരുന്നു. 84 അദ്ദേഹം കളിച്ച ആ സമയം വരെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡിലുമായിരുന്നു. പിന്നീടാണ് അവർ 2 ഗോൾ വഴങ്ങിയത്. അപ്പോൾ ഇവരൊക്കെ നാളെ കളിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. സിറ്റിയുടെ കോച്ചായ പെപ്പ് ഗാർഡിയോള പറഞ്ഞത് കെവിൻ ഡി ബ്രൂയിൻ ഇറങ്ങും എന്ന് തന്നെയാണ്. സ്വന്തം മൈതാനത്തിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ ഡി ബ്രൂയിൻ ഇറങ്ങും എന്നാണ് പറഞ്ഞത്. ഏതായാലും മത്സരം അതുപോലെ എർലിംഗ് ഹാലൻഡ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും എന്ന് അറിയില്ല. ഈ മത്സരം തീപാറും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.